സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. ഞാൻ അവസാനമായിട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതാണ് എൻ്റെ ഒരു ഓർമ്മ. കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്താണ് ഇത്ര നാളെ വീഡിയോ ഇടാത്തതെന്ന്. നമുക്ക് റീച്ചില്ല ഒരുപാട്. ബട്ട് എനിക്കിപ്പോൾ തോന്നി വീഡിയോ ഇടാണ്ടിരുന്നാൽ ഇനി നടക്കൂലൊന്നും. ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ഇടാന്ന്. അപ്പോൾ നമ്മൊരു ബെഡ് ഡ്രോപ്പ് സീരീസ് തുടങ്ങാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ. ഞാനിപ്പോൾ സ്റ്റോറി ടൈമാണ് ഇപ്പം. പിന്നെ നമ്മുടെ വൺ ബോക്കും ഡിസ്പ്ലേയും ജസ്റ്റ് ഒന്ന് പോയി. എല്ലാം തുടങ്ങുന്നത് 1.21 വന്നപ്പോഴാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ എൻ്റെ വൺ ബ്ലോക്ക് പോയി. ഡിസ്പ്ലേക്ക് എന്തോ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് 1.21 ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് അപ്പോൾ 1.21 ഒരു ബെഡ് റോക്ക് ഡിസൈൻ ഡിസ്പ്ലേ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇനിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻജോയ് ചെയ്ത വീഡിയോ. സോ ഗൈസ്, ഞാനപ്പോൾ ഇതാണ് ബെഡ് റോക്ക് സീരീസ്. ഞാൻ വന്ന് കുറേ ഭാഗങ്ങളൊക്കെ എടുത്തതാണ്. ബട്ട് അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് എടുത്ത മരമാണ്, അല്ല ബ്ലോക്ക് അതന്നെ. പിന്നെ എൻ്റെ പെട്രോളിൽ ഞാൻ കുറച്ച് റിസോഴ്സൊക്കെ കളക്ട് ചെയ്ത് നൈറ്റാണ് ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു സോംബി സ്പോണർ കണ്ടുപിടിച്ച്. ഞാനിപ്പോൾ ഇത് ഇവിടെ വരെയായിരുന്നു. ഇങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ അത് അവിടെ കണ്ടോ, അവിടെ സോംബി സ്പോണർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ പോയിട്ട് ഞാൻ ടോർച്ച് ചെയ്ത്. പിന്നെ ഇതാണ് എൻ്റെ ബേസിൻ്റെ ഇത് പണി നടക്കണുള്ളൂ. ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ബേസ് കംപ്ലീറ്റ് ആക്കണം. പിന്നെ മൈനിങ്ങിന് വേണം. മൈനിങ്ങിനോട്ട് കിട്ടണ അയം വെച്ച് ഒരു അയൺ ആർമർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയൺ ആർമറോ അല്ലെങ്കിൽ ടൂൾസോ നമുക്ക് ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഈ ബിൽഡിന് വേണ്ടി ഇവിടെ സാപ്ലിംഗ് നട്ടിട്ടുണ്ട്, മറ്റേ സ്പ്രൂസിൻ്റെ. അതുള്ളത് ഈ അവിടെയാണ് കാണുന്ന കാരണോട് അവിടെയാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് വെട്ടി ഞാൻ സാപ്ലിംഗ് ഒക്കെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ച്. പിന്നെ ഏതൊരു ഡ്രൗണിനെ കൊന്നപ്പോൾ എനിക്ക് ആ ഗോൾഡ് ആർമറും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതും ഈ ഷവലും ഡ്രൗണിനൊക്കെ ഒന്നപ്പോൾ തന്നെ കിട്ടിയതാണ്. നമുക്ക് ബേസിൻ്റെ പരിപാടി ഫസ്റ്റ് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി ടൈം ലാസ്റ്റിങ് കണ്ടിട്ടുമ്പോൾ സോ ഗൈസ്, നമ്മളിപ്പോൾ ബേസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ബേസാണ്. ഞാൻ കാണിച്ചു തരാം. 3, 2, 1. ഓ യെസ്, ഇതാണിപ്പോൾ ബേസ്. ഒരു കുട്ടി ബേസാണ് ഉണ്ടാക്കിയേക്കണത്. നമുക്ക് ഡോർ വെക്കണം. ഞാൻ വെക്കാൻ പോകുന്ന ഡോറെന്ന് പറഞ്ഞാൽ മറ്റേ ന്യൂ അപ്ഡേറ്റ് വന്ന കോപ്പർ ഡോറാണ്. നമുക്കതിവിടെ വെച്ചേക്കാം. ഇങ്ങനെ വെക്കുക. ഇവിടെ നിന്ന് പ്രസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആ ഡോറും കൂടിയും വെച്ചപ്പോഴാണ് ഒരു ഭംഗി കിട്ടിയത്. ഓക്കെ, ഈ സൗണ്ട് കൊള്ളാലും എനിക്കിഷ്ടപ്പെട്ടത്. ഇനി വാക്സ് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ.
നമുക്ക് ബാക്കി രണ്ടെണ്ണം ഉണ്ട്, നമുക്ക് ബാക്ക് സൈഡ് ആണെങ്കിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഇത് വിളിക്കട്ടെ. പിന്നെ ഇതാണ് നമ്മുടെ ബേസിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി ബേസാണ്. ഞാൻ വേറെ പണിയൊന്നും തോന്നണില്ല, ചിലപ്പോൾ പണിയും മാറ്റി പണിയായിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ഹാള്. ഇവിടെ നമ്മൾ ഇൻറ്റീരിയർ ഒന്നും ചെയ്തല്ല, അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ഒന്നും ചെയ്തോളാം. ഞങ്ങളുടെ ഒരു കുട്ടി ഫാമുണ്ട്. ഇവിടെയും നമുക്ക് ഫെൻസ് ഗേറ്റൊക്കെ ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇവന്മാരിവിടെയും വന്നു. ഓക്കെ, നമ്മുടെ വീട് കാണാൻ വന്ന അതിഥികളാണെങ്കിൽ മേലോട്ട് പോകുമ്പോൾ ഇത് മറ്റേ മച്ചില്ലേ കേസ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ ചെസ്റ്റ് അടുക്കി വെക്കാനാണ് വിചാരിച്ചത്. ഒരു കുറച്ച് ചെസ്റ്റ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ബെഡ്റൂം ഉള്ളത്. ഇവിടെ വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മളെ സൂര്യൻ പൊങ്ങി വന്നത്, അല്ല താന്നോണത്, അതന്നെ താന്നോണത്. ഇവിടെ നിന്ന് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഞാൻ ഇവിടെ ബെഡ് വെക്കുകയാണെങ്കിൽ എനിക്ക് വ്യൂ എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ബെഡ്റൂം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഒരു കുട്ടി ബേസാണ്. പിന്നെ നമുക്ക് മേളിലൊരു ചിമ്മിനിയും കൂടി വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയിലോട്ട് അത് ഓഫ് ക്യാമറ ചെയ്യാനാണ് വിചാരിച്ചത്. ബട്ട് നിങ്ങൾ എവിടെയും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ച് നമുക്ക് അത് ചെയ്യാം. നമുക്കുള്ളൊരു പാത്ത് സെറ്റാക്കാം. വെറുതെ ഇങ്ങനെ വെറുതെ കുത്തി കൊടുത്താൽ മതി, ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ഇത്ര തന്നെ. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഷിപ്പറൊക്കെ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഭയങ്കര വലിയതിൽ ചെറുതായിട്ട്. പിന്നെ ഇവിടെ ഒരു സീ പോർട്ടും ഉണ്ടാക്കി വെക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ നമ്മൾ ചെറിയൊരു ഫാമല്ല, ഒരു ഗാർഡൻ പോലെയൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഗോൾ കഴിഞ്ഞിട്ടുള്ളത് അവിടെ നമ്മൾ ചിമ്മിനിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിമ്മിനി തന്നെയാണെന്നാണ് അതിൻ്റെ പേര്. പിന്നെ അത് ഇവിടെ പ്രഷർ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. നമുക്ക് മൈനാക്കാൻ പോവാം. അയൺ കിട്ടുന്ന അനുസരിച്ച് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് അങ്ങോട്ട് മൈനാക്കി പോകാമെന്ന്, അല്ലെങ്കിൽ ഇവിടെ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ അയൺ കിട്ടുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം. പൊളിച്ച് നമ്മുടെ ഫസ്റ്റ് അയൺ കിട്ടി. എന്താ പൊട്ടാത്തേ? പൊട്ടി. ഇത് ഞങ്ങളുടെ അടുത്തേക്കാം. ഒന്നേ ഉള്ളൂ, സെറ്റാക്കി. എനിക്ക് വിഷമായി. കുഴപ്പമില്ല, നമുക്ക് ഈ കോള് മൊത്തം അങ്ങോട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് ബാക്കി മൈൻ ചെയ്യാം. ഗൈസ്, കേവ് എന്തെങ്കിലും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, നമുക്ക് നോക്കട്ടെ. ടോർച്ച് കിട്ടിയ ഫസ്റ്റ്. ടോർച്ച് ഇപ്പോൾ തരുമെന്ന്. അയ്യോ ഇത് ക്രിപ്പർ പൊട്ട് എടാ പൊട്ടറ. അയ്യോ താങ്ക് യു ഫോർ ദ കോപ്പിൾ സ്റ്റോൺ. എനിക്കൊന്നും പറ്റിയില്ല. കുറച്ചുകൂടി ടോർച്ച് ഉണ്ടാക്കട്ടെ. എൻ്റെ ഇപ്പോൾ ഒരയണുണ്ട്, ബട്ട് ഷീൽഡ് ഉണ്ടാക്കിയില്ല. ഓക്കെ, കുഴപ്പമില്ല. സേഫാണോ? സേഫല്ലേ. എന്താണ് ലൈറ്റ് ചെയ്ത്? അയ്യോ, ലൈറ്റ് ആവണം. ലാഗ് ആയി. ഓനോ സ്കെൽട്ടൻ മുന്നേ. അയ്യോ വഴി എവിടെ? ചത്ത്. ഓനോ ഉണ്ടാവൻ. ഞാനിവിടെ ലോക്കാവ. ഷീൽഡ് ഉണ്ടാക്കിട്ടോ. ഇട്ട് ക്രാഫ്റ്റിൻ്റെ ടേബിൾ എടുത്തില്ല. അയ്യോ, പൊട്ടൂല. പെട്ടാ? ഇല്ലില്ല, പൊട്ടുണ്ട്. എടുക്കാം.
ഓക്കെ, ഷീൽഡ് റെഡി. ഇനി പോയി ഫൈറ്റ് ചെയ്യണം. എനിക്ക് ഈ കൺട്രോൾസ് ഇട്ട് ഫൈറ്റ് ചെയ്യാൻ പേടിയാണ് ഗീസ്, അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. അതേ നിൽക്കണവൻ. ഹലോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അവനത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ചാനലാണ് റോഡ് ടു 15K. അതെ, നമ്മൾ റോഡ് ടു 15K ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് നീ. ചാവടാ. ഓക്കെ. ഓ, സോംബി. അവിടെ കോബിൾ സ്റ്റോൺ. ക്രീപ്പറുണ്ട്. അവിടെ ക്രീപ്പറെ കൊല്ലടാണ്. ഓയ്യോ, സ്പോണറാ. നിങ്ങളറിഞ്ഞോ എന്താ പറയും? എനിക്ക് ഇവന്മാരെ നമ്പ് വെച്ച് ഇവന്മാരെ തന്നെ കൊല്ലാൻ പറ്റുന്നു. ഡൈ. ഒരാൾ ചത്ത് കേസ്. ഇനി അടുത്താലും ഇനി സ്പോണാവണ്. എന്താ പറയുന്നു? അയ്യോ, ഇനി സ്പോണാവണം കേസ്. അയാൻ ട്രാപ്പഡ്. അയ്യോ, അപ്പടുത്തോടെ പോടാ. എനിക്ക് വയ്യടാ, പോടാ. ചെല്ല, അവനടി. ചാവ്. ഞാൻ പറഞ്ഞ സോംബി അയ്യോ, ഞാൻ ചത്താ ഗേസ്. ഞാനിപ്പോഴും ശ്രദ്ധിച്ച ഗേസ് സ്കെൽട്ടൺ സ്പോണറി. ഓ, പൊളി സെറ്റ്. ഓ, രണ്ട് സ്പോണറിനല്ലേ ഇപ്പം നമുക്ക്. സോംബി സ്പോണറും കിട്ടി. ഓ, കുറേ ഇതിട്ട് പോകാൻ കിട്ടി. വാട്ടർ ബക്കറ്റ് കിട്ടി. എൻ്റെ ഇൻവെൻട്രി നിറഞ്ഞു. ഇതാണെങ്കിൽ മൊത്തം. ഓ, ഗോൾഡൻ ആപ്പിൾ. നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് ഇവിടെ വെക്കാം. അതിൻ്റെ ഗോൾഡ് ആർമർ ആയിരിക്കട്ടെ. വീറ്റ് വേണ്ട. പിന്നെ എന്താ, ഇതിൻ്റെ ആവശ്യമില്ല. ഇത് വേണ്ട. ഒരു പൂ കിട്ടിയാണ് ബ്രേക്ക്. പവറില്ല. അവിടെ ഇരുന്നു. പിന്നെ ഗ്രാവൽ വേണ്ട. ഇത് വേണ്ട. പംകിൻ സൈഡ് ഇരിക്കട്ടെ. ഓക്കെ, ഇതും ഇരിക്കാം. പിന്നെ കുറച്ച് പോകണം. സാഡലും കിട്ടി. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഗൈസ്, നമുക്ക് സ്കെൽട്ടൺ സ്പോണർ കിട്ടി. അതിന് ഓക്കെ. അപ്പം നമുക്ക് ഇത് അടുത്ത സ്പോണർ വിജയകരമായി നമ്മൾ PvP ചെയ്ത് ഒരു സ്പോണർ കൈക്കലാക്കി ഗൈസ്. അവിടെ കുറച്ച് ലൂട്ട് അടക്കേണ്ടത്, അതൊക്കെ എടുത്തേക്കാം. മിക്കവാറും ഞാൻ സോംബി ഫാം ഉണ്ടാക്കണേക്കാട്ടും മുമ്പ് ഇതിൻ്റെ ഫാം ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന വഴി എവിടെയെന്നാവോ ശരി. ഇതൊന്ന് പൊളിക്കാം. ഇങ്ങോട്ട് വരാൻ സിമ്പിളാണ്. നമുക്കപ്പോൾ നമ്മുടെ വന്ന വഴി ഇവിടെ ടോർച്ച് ഉണ്ടോ? ഇനി ടോർച്ചില്ല. ഓക്കെ, നമ്മൾ വന്നതിപ്പോൾ എവിടെ നിന്നാണ്? ഇവിടെ നിന്നല്ലേ? അതെ, ഇവിടെ നിന്നാണ് ഈ സമയം. അപ്പോൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിടാം. ഇവിടെ ഇങ്ങനെ കുറച്ച് അവിടെ നിന്ന് കുറച്ചിങ്ങാട് വന്നപ്പോൾ തന്നെ സ്പോണർ കിട്ടി. ലക്കാണ്. നമുക്കിപ്പോൾ കേവാടിയിലോട്ട് മൈൻ ചെയ്തിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം.
ഗൈസ് നമുക്കപ്പോൾ മൈനാക്കി ഇപ്പോൾ 25 കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു ആർമർ ഉണ്ടാക്കാൻ ഇത് മതി എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ഞാൻ ബേസിൻ്റെ ഉള്ളിൽ വെക്കട്ടെ. ഈ ചെസ്റ്റ് ഇടുന്നോട്ടെ, അത് അവിടെ ഇടുന്നോട്ടെ, പിന്നെ മാറ്റിക്കോളാം. പിന്നെ ഞാൻ എൻ്റെ ഐറ്റംസ് കൊണ്ടുപോയി ഒരു ചെസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ നമുക്ക് ഇത് വെക്കാം. നമുക്കിതൊക്കെ ഇരുന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. 4 എക്സ്ട്രാ ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കട്ടെ. ഇതൊക്കെ സ്മെൽറ്റ് ആയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഡോഗ് അല്ല, വൂൾഫ്. ഞാൻ ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിട്ട് ലാഗ് എന്താണെന്ന് പറയാൻ റെൻഡർ ഡിസ്റ്റൻസ് കുറച്ച് പുറത്തിറങ്ങി നോക്കിയതാണ്. ദേ നിൽക്കണം. ഇവിടാടാ കുസർക്ക ഡാ കിട്ടി ടൈം സെറ്റ്. ഓർമ്മത്തിൽ തന്നെ സെറ്റായി. നമുക്ക് ഇവനെ അത്ര മതി, അല്ലെങ്കിൽ അവനെ കൂടെ വിളിച്ചേക്കാരെ. എടാ വാ ഇവിടെ. ഓക്കെ. ഒരു ചെറുത് ഞാൻ വേണ്ട, നമുക്ക് ഇത്രയും പേര് മതി. ഒരുപാട് വേണ്ട. ഇവിടെ 2 കിലോമീറ്റർ സിറ്റ്. നീയും സിറ്റ്. ഒന്നാരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാൻ പറ്റും നോക്കട്ടെ കേസ്. പുറത്തെടുത്തിയാൽ ശരിയാവില്ല. എനിമീസ് ഉണ്ടാവും. മക്കൾക്ക് ഇവർക്ക് പേരെന്തോരണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവ നിൽക്കണത്തേക്ക് വേണ്ട. പിന്നെ എനിക്ക് മനസ്സാക്ഷിയുണ്ട്, നീയും കൂടി വന്നേക്ക്. ഓക്കെ, ഗോ. അതിൻ്റെ ഉള്ളിലോട്ട് പോ. ഇവിടെയല്ല. ഇവനെ ഇവിടെ എടുത്ത സിറ്റ്. എടാ പോടാ. ഇവരെന്താ ഇത്? അങ്ങാടല്ല. ഇനി ഇവിടെ നിന്ന് ഓക്കെ. അവന്മാർക്കൊരു വീടുണ്ടാക്കണം. പിന്നെ ഇവനെ ഞാൻ പുറത്തേക്കാം, എൻ്റെ കാവൽക്കാരൻ. ഓക്കെ, സെറ്റ് ചെയ്യും. എന്തത്? ബഗ് റോക്ക് എഡിഷൻ. അയ്യോ കണ്ടാ. ഇപ്പം നമുക്ക് 3 പെറ്റ്സിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒറ്റക്കല്ല. ഇപ്പം നമ്മുടെ ഇതൊക്കെ അയണൊക്കെ സ്മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ആർമറൊക്കെ ഉണ്ടാക്കാം. ഹെൽമെറ്റായി, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്. ഇനി അതൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഒന്നിടാം. ഓക്കെ. ഇപ്പോൾ ടൂൾസ് ഒന്നും ആവാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് നേരം കളിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പഠിക്കാനുണ്ട് കുറച്ച്. അപ്പോൾ കുറേ നോട്ടൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യാറായി. ഒരു കുട്ടി വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്താലേ എനിക്ക് കുറേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്ത് നോക്ക്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ ഷെയറും കൂടി ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കാച്ചി വീഡിയോ പറഞ്ഞ കടം വരേക്കും. ടാറ്റാ ബൈ ബൈ. സീ യു.